അപ്പോൾ ബിഷപ്പ് തിരുമേനിയുടെ പ്രാർത്ഥന ഓർമ്മയുണ്ടല്ലോ. കുമ്മനഞ്ചി മിസോറാമിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അവിടെ അങ്ങ് കൂടട്ടെ എന്ന്. എന്നാൽ കേരളത്തിലെ സംഘമിത്രങ്ങളുടെ പ്രാർത്ഥന വേറെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ചെറിയ പ്രാർത്ഥന, അദ്ദേഹത്തിന് നിഷ്കാമകർമ്മിയാണെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകിയില്ലെങ്കിലും അദ്ദേഹം കുറേ കഴിഞ്ഞ് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുമ്പോൾ അവിടുത്തെ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും കാത്തുനിന്ന് സ്വീകരിക്കുന്ന പദവികളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യങ്ങളും സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിൻ്റെ നിഷ്കാമ കർമ്മത്തിൻ്റെ ഫലമായി തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അറിയാലോ, ആളെ അറിയാലോ. അതെ, അതുതന്നെ, TP സെൻകുമാർ, മുൻ DGP. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കുമ്മനഞ്ചി ഏതു സംസ്ഥാനത്ത് ചെന്നാലും അവിടെയൊക്കെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും നിന്ന് സ്വീകരിക്കുന്ന പദവിയിലെത്തണേ എന്നാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രപതി ആവണം, മിനിമം ഉപരാഷ്ട്രപതിയെങ്കിലും ആവണം എന്ന്. അതാണ് സംഘമിത്രങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ പാർട്ടിക്കാരുടെ പ്രാർത്ഥന അതല്ല. അദ്ദേഹത്തിന് രാഷ്ട്രപതി ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റിയതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായിട്ട് മുഴങ്ങാനുള്ള സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ജനതയെ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ വക്കം പുരുഷോത്തമനൊക്കെ പറ്റിയതുപോലെ ഗവർണർ സ്ഥാനമൊക്കെ പോയി മുടിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചിറങ്ങി ഇവിടെ കേരളത്തിൽ വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന്. അതാണ് മുരളീധരൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്നാണല്ലോ. എന്നെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഞാനും അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്നെപ്പറ്റി തന്നെയാണോ ഞാൻ ഇത്ര കേവനാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടില്ല, കേട്ടത്. കേമത്തരം പാർട്ടിക്ക് പിടികിട്ടിയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുമ്മനഞ്ചിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായത്, പലതരം നഷ്ടങ്ങൾ. ഇത്രയും നാളും പ്രസംഗിച്ചത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം സദസ്സിനെ നോക്കി പറയുക, പ്രസംഗിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. ഇപ്പോൾ ഗവർണറായപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട്, പ്രസംഗം എഴുതി വായിക്കണം. കാരണം ഇത് രാജ്ഭവനിലെ ഒരു റെക്കോർഡായി മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നു, അപ്പം തോന്നുന്ന കാര്യമൊന്നും വിളിച്ച് പറയാനും നോക്കുകയില്ല. എന്തായിരുന്നാലും അതിൽ നിന്ന് അല്പവ്യത്യസ്തമായി പറയാതിരിക്കാനും പറ്റില്ല. അതിനാൽ പ്രസംഗം എഴുത്തുകാർ എഴുതി തയ്യാറാക്കി കൊടുത്ത രേഖ മാറ്റിവെച്ച് അദ്ദേഹം അല്പം വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി. ഏത് കാര്യങ്ങളിലും എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയെങ്കിലും പിന്നീട് പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിലയ്ക്കൽ പ്രശ്നത്തിൽ അന്ന് നിരവധി രാഷ്ട്രീയ നേതാക്കൾ എന്നെ പല വിധത്തിലും കളിയാക്കി ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഞാൻ ശ്രമിച്ചത് അതിൻ്റെ പേരിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ നേർക്ക് പോലും ഒരു ചെറിയ കല്ല് പോലും ആരും വലിച്ചെറിയാതെ, അതിൻ്റെ ഒരു പൊൽക്കൊടിക്ക് പോലും ഒരു കേടുപോലും സംഭവിക്കാതെ കേരളത്തിലുടനീളം വളരെ സമാധാനപരമായി ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നേട്ടം. അക്കാര്യം മിസോറാമിലെ ക്രിസ്ത്യാനികളെ ആരും ബോധ്യപ്പെടുത്തിയില്ല എന്നത് മാത്രമാണൊരു നഷ്ടം. പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മാറാട് 8 പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തുള്ളി രക്തം പോലും ഈ കേരളത്തിൽ വീഴരുത്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമുക്ക് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. നിലയ്ക്കൽ പ്രശ്നവും മാറാട് പ്രശ്നവും പരിഹരിച്ചത് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് രമ്യമായിട്ട് പരിഹരിച്ചത് ഞാൻ ചെയ്ത തെറ്റാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരുമേ. എന്ന് വെച്ചാൽ പാർട്ടിക്കകത്തെ പഴയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. ഈ മാറാട് പ്രശ്നം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർത്തതിൻ്റെ സൽപ്പേര് മറ്റൊരു നേതാവ് നേരത്തെ അവകാശപ്പെട്ടതാണല്ലോ. അതിൻ്റെ പേരിൽ ആ പിള്ളയെ എല്ലാവരും കൂടി ഭള്ളു പറഞ്ഞതുമാണല്ലോ. അതൊക്കെ പോട്ടെ.
ഏതായാലും കുമ്മനഞ്ചിയും ആ ലൈനാണ് എന്ന് അല്പം വൈകിയെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. മത സൗഹാർദ്ദമുണ്ടാക്കാൻ, മതമൈത്രി ഉണ്ടാക്കാൻ, സാഹോദര്യവും സ്നേഹവും സൗഹാർദ്ദവും എല്ലാം അരക്കിട്ടുറപ്പിച്ച് സമൂഹത്തെ രക്ഷിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അത് തന്നെയാണ്, അങ്ങനെ പ്രവർത്തിച്ചതിന് കിട്ടിയ അംഗീകാരമാണ് ഈ ഗവർണർ പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതിനാൽ ധൈര്യമായി അങ്ങനെ വിശ്വസിക്കാം. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ എല്ലാവരും എത്രയോ സ്നേഹത്തോടു കൂടിയാണ് എന്നെ കാണുന്നത്. അവർക്കാർക്കും ഇന്നേ വരെ തോന്നാത്ത പലതും മറ്റു ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം മതവിഭാഗത്തിലെ എത്രയോ ഉന്നതരായിട്ടുള്ള ആളുകൾ, ആ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. കാരണം അവർക്ക് എന്താണ് സത്യമെന്നറിയാം. അല്ല, ഞാനിങ്ങനെ പ്രസംഗിച്ചു പോയാൽ ശരിയാവില്ല. ഞാൻ എഴുതിക്കൊണ്ട് വന്നത് വായിക്കാം. തലസ്ഥാന നഗരിയിലെ പ്രൗഢമായ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്ന ചിന്ത, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നാണ്. എന്നോട് എപ്പോഴും കൃപാകടാക്ഷം കാട്ടുന്ന ഈശ്വരനോട് നന്ദി പറയുകയാണ്. ശ്രീ പത്മനാഭസ്വാമിയോട് നന്ദി പറയുകയാണ്. ഇതിനാണ് വീണ്ടും വിചാരം എന്ന് പറയുന്നത്. തക്ക സമയത്ത് ഈ വീണ്ടും വിചാരം ഉണ്ടാക്കിയതിന് ശ്രീപത്മനാഭന് നന്ദി പറയേണ്ടത് തന്നെയാണ്. അല്ലാതെ പാതിരിമാരോടുള്ള അതേ സൗഹാർദ്ദ ബന്ധം മുസ്ലിയാന്മാരോടുമുണ്ട് എന്നെങ്ങാനും പറഞ്ഞ് സ്ഥാപിച്ചിരുന്നെങ്കിൽ കുഴഞ്ഞു പോയേനെ. നാളെ ആരെങ്കിലും എളിയവനായ എന്നെ നോക്കി ഈ ആൾ തലമറന്ന് എണ്ണ തേക്കാൻ തുടങ്ങി എന്ന് പറയിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സൂസവാക്യം തിരുമേനിയുടെ പ്രാർത്ഥന കർത്താവും കുമ്മനഞ്ചിയുടെ പ്രാർത്ഥന അനന്തപത്മനാഭനും കേൾക്കണേ എന്നാണ് പൊളിമിക്സിന്റെ പ്രാർത്ഥന.